കരിപ്പൂർ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ 5 വർഷം കഴിഞ്ഞിട്ടും ലഭിച്ചില്ല എന്ന് പരാതി. എയർ ഇന്ത്യ വഴി 10 ലക്ഷം രൂപ ലഭിച്ചുവെങ്കിലും പിന്നീട് ഇൻഷുറൻസ് തുക നൽകിയപ്പോൾ ഈ തുക കുറച്ചാണ് നൽകിയത്. കേരള സർക്കാരുകൾ നൽകിയ വാക്ക് പാലിക്കണമെന്നാണ് ദുരന്തബാധിതർക്ക് പറയാനുള്ളത്. കരിപ്പൂർ വിമാനാപകടം നടന്നതിനു പിന്നാലെ കേന്ദ്ര സിവിലിയേഷൻ വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ നൽകുമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. എയർ ഇന്ത്യ വഴി പണം വന്നെങ്കിലും ഇൻഷുറൻസ് തുക ലഭിച്ചപ്പോൾ ഈ 10 ലക്ഷം കുറച്ചാണ് നൽകിയത്. അപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ച പണം എവിടെയെന്നാണ് ആക്ഷൻ കമ്മിറ്റി അടക്കം ചോദിക്കുന്നതും. സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പണം 10 ലക്ഷം രൂപ ഇവർക്ക് പിന്നീട് കിട്ടിയ ഇൻഷുറൻസ് തുകയിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ നാളിതുവരെ 5 വർഷമായിട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു വലിയ നിരുത്തരവാദിത്തമായ സമീപനമാണ്. പ്രഖ്യാപിച്ചൊരു പൈസ കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയ സങ്കടമാണ്. ഇനി കേരള സർക്കാർ പ്രഖ്യാപിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ സൗജന്യമായി ഏറ്റെടുക്കുമെന്നതാണ്. ഇതിനായി ഉത്തരവുമിറങ്ങി. ഈ സമയത്ത് പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി എയർ ഇന്ത്യ തന്നെയാണ് ചികിത്സാ ചെലവ് വഹിച്ചിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് തുക നൽകി ചികിത്സാ ചെലവിൽ നിന്ന് എയർ ഇന്ത്യ പിന്മാറി. ഉത്തരവുണ്ടെങ്കിലും കേരള സർക്കാർ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. 65ഓളം പേരാണ് ആ നടുക്കുന്ന ദുരന്തത്തിന്റെ വേദന ഇപ്പോഴും അനുഭവിക്കുന്നത്. 65ഓളം പേർ ഇപ്പോഴും, അതിൽ ഒട്ടനവധി പേർ വീൽ ചെയറിലാണ്, നടക്കാൻ കഴിയാത്തവരാണ്, കിടക്കുന്നവരാണ്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞ ആ സൗജന്യ ചികിത്സ നിർബന്ധമായും കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ട്രോമ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം 5 വർഷമായപ്പോൾ ഏകദേശം മാറി. പക്ഷേ ആ ഒരു ട്രോമ കുറേ കാലം ആ ഒരു ഇത് ഉണ്ടായിരുന്നു. നല്ല പ്രയാസത്തിൽ തന്നെയായിരുന്നു കുറച്ച് കാലങ്ങളിലുണ്ടായി. ഇനിയൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത വിധം തളർന്നുപോയ നിരവധി പേർ ഇപ്പോഴും ജീവിതം തള്ളി നീക്കുന്നു. 24 മലപ്പുറം.